ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഗേൾസിന്റെ കയ്യിൽ മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ട കുറച്ച് ലോഞ്ചറേസിന്റെ വീഡിയോ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. സിവാമേലാണെങ്കിലും ഇപ്പോൾ ഗ്രാൻഡ് ലോഞ്ചറേ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 70% ഓഫർ, ക്യാഷ് ഓൺ ഡെലിവറി, ഫ്രീ ഷിപ്പിംഗ്, ഈസി 15 days റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും തരണ പോലെ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ശരണ്യ സിവാമേ 12 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 12% ഓഫറും കൂടി കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം മുതലില്ലേ നിറയെ ബാങ്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റൈൽസ് ആണ്, ലിമിറ്റഡ് ടൈം ഓഫറാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ 50,000+ സ്റ്റൈൽസ് അവൈലബിൾ ആണ്. 100+ ബ്രാൻഡ്സും ഇവൻ സിവാമേൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ നിറയെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. എനിക്കറിയാം നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്നൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഒട്ടും ഡിലേ വരുത്താനുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ ഡ്രിൽ അതെ ഗൈസ്, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എവിടെ ചെയ്തേക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഫീഡ് ഇതാണ് എൻ്റെ ID. ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ ഗൈസ് ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. നിങ്ങൾ എന്നെ പോലെ തന്നെ വൈഡ് ആയിട്ടുള്ള നെക്കും അതുപോലെ തന്നെ ഇങ്ങനെ സ്ട്രാപ്പി ടോപ്പൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മക്കളെ ഈ ഒരു സ്ട്രാപ്ലെസ് ബ്രാ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് സ്ട്രാപ്പൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതിനെ സ്ട്രാപ്ലെസ് ബ്രാ എന്ന് വിളിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പക്ക ഒരു സ്ട്രാപ്ലെസ് ബ്രായാണ് കേട്ടോ. ഇത് പ്രോപ്പർ സ്ട്രാപ്ലെസ് ബ്രാ എന്നുള്ള ആ ഒരു കാറ്റഗറി തന്നെയാണ് നമുക്ക് കിട്ടുക. കാരണം ഇതിൻ്റെ ഹുക്ക് വന്നിട്ടില്ലേ 4 ഹുക്ക് വരുന്ന വൈഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇപ്പം അത്യാവശ്യം ഒരു മീഡിയം സൈസ് ബ്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് ലാവിഷാണ് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിവാമയുടെ സ്ട്രാപ്ലെസ് ബ്രാസ്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്ട്രാപ്പി ടോപ്പൊക്കെ ഇടാൻ നേരത്ത് ഇടുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്രാസ് ആണ് കേട്ടോ. കാരണം നല്ല അല്ലെങ്കിൽ സ്ട്രാപ്പിനിടയിൽ കൂടി ബ്രാ സ്ട്രാപ്പൊക്കെ കാണുമ്പോൾ ഒരു അൺഫിനിഷ്ഡ് ലുക്കാണല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്രാസ് ആണ്. നല്ല സപ്പോർട്ട് തരണം, നല്ല കവറേജ് ഉള്ള ബ്രായാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ ബാക്കൊക്കെ ആണെങ്കിലും നല്ല വീതിയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ട് തരും. പിന്നെ നല്ലൊരു ഷെയ്ഡല്ലേ ഇത്, നല്ലൊരു വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. സിവാമയുടെ ആ ഒരു ചെറിയൊരു ലോഗോവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നല്ലൊരു സീംലെസ് ആയിട്ടുള്ള ഒരു കവറേജും നമുക്ക് തരും കേട്ടോ. അങ്ങനെ വേറെ സ്റ്റിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നല്ലൊരു ഫിനിഷ് നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഐറ്റം, ഈ ഒരു സ്ട്രാപ്ലെസ് ബ്രായാണ്. നെക്സ്റ്റ് ഇല്ലേ ഒരു അടിപൊളി ഐറ്റം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത്ര ഒരു ഹീറോ പരിവേഷമൊക്കെ കൊടുത്തതിന് എൻട്രി കൊടുത്തതെന്നുള്ള. വേറെ ഒന്നും അല്ല, ഇത് ഹീറോ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയണതാണ് നിങ്ങളോട്, ന്യൂഡ് ബ്രാ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. അതും ന്യൂഡ് ടീഷർട്ട് ബ്രാ കേട്ടോ. ഏത് ഡ്രസ്സിനും നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പാണ്. ഇവൻ ഞാൻ സ്ട്രാപ്പി ഡ്രസ്സിൻ്റെയും വൈഡ് നെക്ക് ഡ്രസ്സിൻ്റെ കാര്യമല്ല പറയണം, കാഷ്വൽ ആയിട്ടുള്ള ഏത് മിക്ക ടീഷർട്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, ടോപ്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, അങ്ങനെ ഏത് ഐറ്റത്തിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ന്യൂഡ് ബ്രാ. ഇവൻ എന്താണ് ടീഷർട്ട് ബ്രാ, ന്യൂഡ് ബ്രാ. ഇവൻ നിങ്ങൾ വൈറ്റ് ഇടുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ന്യൂഡ് ബ്രാ വേണ്ടതാണ്. ഞാൻ ഇപ്പം കൂടി ഞാൻ കാണാറുണ്ട് കേട്ടോ, എത്രയോ ഗേൾസ് ആണെന്നറിയോ വൈറ്റ് കുർത്തിയിട്ടിട്ട് വൈറ്റ് ബ്രാ ഇട്ടിട്ട് പോകും. എത്ര ഓക്വേർഡാണെന്നറിയാമോ അത് കാണാൻ വേണ്ടിയിട്ട്. പല നിങ്ങൾ ന്യൂഡ് ബ്രാ ഇട്ട് നോക്ക്, ഒന്നും ഒരു ടൈപ്പ് ഓഫ് നിഴലും അടിക്കില്ല, എന്നാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിനിഷിങ് കാര്യങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഹീറോ തന്നെയല്ലേ, ശരിക്കും അങ്ങനെ തന്നെ കേട്ടോ. കാരണം എല്ലാ ഡ്രസ്സിനെയും കൂടി ഇടാൻ പറ്റുകയാണെങ്കിൽ ഇതിന് നല്ലൊരു ബ്രാ വേറെ ഇല്ലല്ലേ. നല്ലൊരു ടീഷർട്ട് ബ്രാ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതും അതേ കേട്ടോ, ഭയങ്കര സീംലെസ് ആയിട്ടുള്ള ഫിനിഷ് തരണമാണ്. ഇവൻ എഡ്ജ് കണ്ടില്ലേ, വേറെ പ്രത്യേകിച്ച് സ്റ്റിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല, ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചേക്കണതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രത്യേകിച്ചുള്ള പാടോ കാര്യങ്ങളോ ഒന്നും കാണില്ല കേട്ടോ ടീഷർട്ടിൻ്റെ ഒക്കെ അടിയിലിടാൻ നേരത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രായാണ്, പ്രത്യേകിച്ച് ടീഷർട്ട് ബ്രാ, ന്യൂഡ് ബ്രാ. എൻ്റെ കയ്യിൽ 2 3 എണ്ണമെങ്കിലും ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും സിവാമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്കും ഒത്തിരി ടീഷർട്ട്സിൻ്റെയും ഒത്തിരി ടോപ്സിൻ്റെയും കൂടെ ഇടാം കേട്ടോ. ഇത് സിവാമയുടെ തന്നെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള സെലോസിറ്റിയുടെ അവരുടെ ആക്റ്റീവ് വെയർ ബ്രാൻഡാണ് സെലോസിറ്റി എന്നുള്ള ഒരു സ്പോർട്സ് ബ്രായാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ടാണ് ഇത് വേണം എന്ന് ഞാൻ പറയുന്നതെന്ന് അറിയോ, സ്പോർട്സ് ബ്രാ വേണം എന്ന് പറയണത്. നിങ്ങൾ ജിമ്മിൽ പോണവരാണ്, നിങ്ങൾ ഓടാൻ പോണവരാണ്, യോഗ ചെയ്യുന്നവരാണ്, എന്ത് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു കൈൻഡ് ഓഫ് ബ്രാ കേട്ടോ. കാരണം ഇത് നിങ്ങളുടെ ബ്രസ്റ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് തരും എന്നുള്ളതാണ്. മിക്കവാറും നമ്മളില്ലേ സാധാരണ ബ്രായൊക്കെ ഇട്ട് ജിമ്മിൽ പോകുന്ന നേരത്തെ ഉറപ്പാണ് നമ്മുടെ ബ്രസ്റ്റ് സാഗ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. പകരം അങ്ങനത്തെ ഫുൾ രീതിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബ്രാസ് ആണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇവൻ നിങ്ങളൊരു കാഷ്വൽ ഡേയിലാണെങ്കിൽ കൂടി നിങ്ങൾ സ്പോർട്സ് ബ്രാ ഇട്ട് നോക്ക് നിങ്ങളുടെ ടീഷർട്ട്സിൻ്റെ കൂട്ടത്തിൽ. ഞാൻ സാരിയുടെ സ്പോർട്സ് ബ്രൈഡാണ് അല്ല കേട്ടോ പറയണേ, പകരം നിങ്ങൾ ടീഷർട്ട്സിൻ്റെ കൂടെ ഇട്ട് നോക്കി. ഇതിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വേറെ ഐറ്റം ഇല്ല കേട്ടോ. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഹെവി ബ്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്തത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നില്ലേ നല്ലൊരു ഗ്രേയും ബ്ലാക്കും കൂടിയുള്ള ഒരു സ്പോർട്സ് ബ്രാ ആണ് വന്നിട്ട്. ജസ്റ്റ് ചെറിയ പ്രിന്റ് വന്നിട്ട് ഇതിൻ്റെ എഡ്ജിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സപ്പോർട്ട് തരുന്ന കപ്പുള്ള ടൈപ്പ് ഓഫ് സ്പോർട്സ് ബ്രാ ആണ്. എനിക്ക് കൂടുതലും കപ്പുള്ള സ്പോർട്സ് ബ്രാ
സ്പോർട്സ് ബ്രാസ് ആണ് കേട്ടോ ഇഷ്ടം. കാരണം ഇത് നമ്മൾ ചിലപ്പോൾ ചില സമയത്തായിരിക്കും നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ നേരത്തൊക്കെ നിപ്പിളൊക്കെ വരാൻ നേരത്തെ ടീഷർട്ടിൽ കൂടി കാണോട്ടെ. എനിക്കപ്പോൾ എപ്പോഴും ഇഷ്ടം പാഡ് വരുന്ന ടൈപ്പാണ്. ഈ ഒരു സ്പോർട്സ് ബ്ര നല്ല അത്യാവശ്യം കവറേജ് തരുന്ന, സപ്പോർട്ട് തരുന്ന, അത്യാവശ്യം ഹൈ ഇമ്പാക്റ്റിലും സപ്പോർട്ട് തരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പോർട്സ് ബ്ര ആണ് കേട്ടോ. നെക്സ്റ്റ് ഇല്ലേ, പുഷപ്പ് ബ്രായാണ്. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ വേണ്ടതാണ് ഈ ഒരു ഐറ്റം. ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നതില്ലേ, ഇത്തിരി സ്മോൾ ബ്രസ്റ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ സാഗി ആയിട്ടുള്ള ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാട്ടോ. ഷേപ്പിലൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് ഈ ഒരു ബ്ര. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി കട്ടിയുള്ള പാഡിങ് ആയിരിക്കും ഉള്ളിൽ വന്നേക്കുന്നത്. ഇതാണ് നമ്മളുടെ ടീഷർട്ട് ബ്ര എങ്കിൽ ഇതിൽ ഭയങ്കര ലൈറ്റ് ആണ് ഇതിന്റെ പാഡിങ് എങ്കിൽ ഇതിന്റെ താഴത്തെ പോർഷനിൽ വന്നിട്ട് കട്ടി കൂടുതലായിരിക്കും, പൊക്കത്തെ പോർഷനിൽ കട്ടി കുറവായിരിക്കും. കാരണം അത് അവർ പുഷ് തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണെങ്കിലും ടീഷർട്ടിന്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. ഇവൻ നിങ്ങൾ സാരി നല്ല താഴ്ത്തിയിട്ട് നെക്കൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള നെക്കൊക്കെ ഇട്ടിട്ട് സാരി ഉടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലീവേജ് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഈ ഒരു പുഷപ്പ് ബ്ര. ഇവൻ ടീഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ ഇടാൻ നേരത്തെ അത്യാവശ്യം നല്ലൊരു ലിഫ്റ്റ് ഒക്കെ തരാനായിട്ട് ഭയങ്കര നല്ല കേട്ടോ. ഇത് ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റിൻ്റെ കൂടെ ഏതൊരു ഡ്രസ്സിൻ്റെയും കൂടെ ഇടാം. നിങ്ങൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഫാൻസി ബ്രാസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. പക്ഷെ നമ്മൾ ഡെയിലി വേറെ ഏറ്റവും കൂടുതൽ നല്ല ന്യൂഡ് ബ്രാസ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് നല്ലൊരു പുഷപ്പ് ബ്രായാണ്. അത്യാവശ്യം സപ്പോർട്ട് തന്നെ നല്ല 3/4 കവറേജ് ഒക്കെ തരുന്ന ഒരു പുഷപ്പ് ബ്രായാണ് കേട്ടോ. നെക്സ്റ്റ് ഇത് കണ്ടോ, നല്ലൊരു ജിൽ ബ്രായാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യം വൈബ്രന്റ് ആയിട്ടുള്ള ബ്രായാണ്. നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ വൈബ്രന്റ് ആയിട്ടുള്ള ബ്ര. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ന്യൂഡ് ബ്രായും കാര്യങ്ങളൊക്കെ ഇടാൻ നേരത്ത് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വൈബ്രന്റ് ഷെയ്ഡുള്ള ബ്രാസ്. ഇവനിപ്പോൾ ഞാനിത് എപ്പോഴും എന്തെങ്കിലും വൈബ്രന്റ് ഷെയ്ഡുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കണമെന്നറിയോ, എനിക്ക് അത്യാവശ്യം വൈറ്റ് ഷർട്ടിൻ്റെ കൂടെയൊക്കെ പുറത്തേക്കാണെങ്കിലും ഒക്കെ നമ്മൾ വെക്കേഷന് പോകാൻ നേരത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ സമ്മർ ടൈമിലാണെങ്കിലും എനിക്ക് ഇതുപോലത്തെ കളർഫുൾ ബ്രാസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ടീഷർട്ട് ഇടാൻ നേരത്ത് ഒട്ടും ബോറില്ലാണ്ട് ഒട്ടും കളർഫുൾ മാറി നിൽക്കാണ്ട് എൻ്റെ ബ്രാസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബ്രായാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ന്യൂഡ് ബ്രാസ് ഒക്കെ ഇടാൻ നേരത്ത് നമുക്കൊരു ചേഞ്ച് വേണം തോന്നുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ വൈബ്രന്റ് ആയിട്ടുള്ള ബ്രാസ്. ഇവൻ കൂടുതലും ടീഷർട്ട് ബ്രാസ്, ഞാൻ അതിന് വേണ്ടി കൂടിയാണ് ഇത് കാണിച്ചത്. ടീഷർട്ട് ബ്രാസ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വെക്കുക. വൈബ്രന്റ് ഷെയ്ഡൊക്കെ ആണെങ്കിൽ സമ്മറിൽ വെക്കേഷനൊക്കെ പോകാൻ നേരത്ത് നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ വൈറ്റ് ജോർജറ്റിൻ്റെ പോലത്തെയൊക്കെ ഡ്രസ്സ് ആയിക്കോട്ടെ, അതുപോലത്തെ ഷർട്ട്സ് ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഈ ഒരു കളർ പോപ്പ് ചെയ്ത് നിൽക്കാൻ നേരം നല്ല ഭംഗിയാട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ഇടാൻ വേണ്ടി ഭയങ്കര നല്ലതാണ് ഇതുപോലത്തെ വൈബ്രന്റ് ബ്രാസ്. എപ്പോഴും ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ വെച്ച ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ന്യൂഡ് ബ്രാസ് ഒക്കെ ഇട്ട് മടുക്കണല്ലേ, കളേഴ്സൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്തൊക്കെ പോകും, ഒരു വെറൈറ്റി ഉണ്ടാവും അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റത് നമ്മളുടെ ബ്രാ എന്ന് പറയുന്നത്. വൈബ്രന്റ് ആയിട്ടുള്ള ടീഷർട്ട് ബ്രായാണ്, വൈബ്രന്റ് ആയിട്ടുള്ള ബ്രായാണ്. ഇതൊരെണ്ണം നിങ്ങൾ കയ്യിൽ വെച്ചോ, നല്ലതായിരിക്കും. ഇത്ര നേരം ബ്രാസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലേ നിങ്ങൾക്ക് മസ്റ്റ് ആവായിട്ട് വേണ്ട. എക്സ്ട്രാ ഒരു ബോണസ് ആയിട്ട് ഞാൻ 2 നൈറ്റ് വെയറും കൂടി ഞാൻ സിവാമേന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ടില്ല, ഒട്ടും റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇത് എടുക്കുന്ന മനസ്സ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് എടുത്താണ്. അപ്പോൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നല്ല ഒരു കഫ്താൻ സ്റ്റൈലുള്ള PJ സെറ്റാണ്. സാറ്റിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. നിങ്ങളിത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ ചൂടത്തൊക്കെ നമ്മൾ ഫാനൊക്കെ ഇട്ട് കിടക്കുന്ന സമയത്താണെങ്കിൽ സത്യമായിട്ട് ഈ മെറ്റീരിയൽ പറ്റില്ല കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, നല്ല രീതിയിൽ ചൂടെടുക്കും സാറ്റിൻ മെറ്റീരിയൽ. പകരം നിങ്ങൾ AC ഒക്കെ ഉണ്ട്, അത്യാവശ്യം തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തോ, കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫീൽ എന്ന് പറയുന്നത് നല്ല ഒരു ഫീലാണ് ഇതിൻ്റെ മെറ്റീരിയൽ, അടിപൊളി ഫീലാണ്. സാറ്റിനാണ്, അറിയാലോ ആ ഒരു സ്മൂത്തും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ പാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ലൊരു കഫ്താൻ പാറ്റേൺ ആട്ടോ വന്നേക്കുന്ന. ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിൽ വന്നിട്ട് എലാസ്റ്റിക് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ നെക്കിൽ നല്ല ഭംഗിയുള്ള ലേസ് ഡീറ്റെയിലിംഗ് ആട്ടോ വന്നേക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഭംഗിയാണ് ഇതിൻ്റെ ലേസ് മെറ്റീരിയൽ, ലേസ് ആ ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ വന്നേക്കുന്നത്. ബാക്ക് സൈഡ് ആണ് അടിപൊളി. ബാക്ക് സൈഡ് ഇത് കണ്ടോ, നെറ്റിൻ്റെ ആ ഒരു വി കട്ട് കൊടുത്തേക്കുവാണ്, നെറ്റ് ഫാബ്രിക് വെച്ചിട്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഈ എലാസ്റ്റിക്കിൻ്റെ താഴത്തേക്ക് ഒരു കട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കട്ടും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഒരു കഫ്താൻ മോഡലാണ്. ഇതിൻ്റെ പാൻസ് വന്നിട്ട് ആണ്, ഫുൾ ലെങ്ത് പാൻസ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. പാൻസിൽ ഡ്രോ സ്ട്രിങ്ങിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ കൂടെ താഴെ വരെ നമ്മളുടെ എങ്ങനെയാണ് ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഉള്ളത് ആ സെയിം ലേസ് ഡീറ്റെയിലിംഗ് താഴത്ത് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് താഴത്തെ ഒരു നല്ല രസമുള്ള കട്ടിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് പാൻസിൻ്റെ. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റല്ലേ. എനിക്കിത് കണ്ടിട്ട് മേടിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. ഞാൻ എൻ്റെ സൈസ് മീഡിയം ആണ്, മീഡിയം സൈസിലാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഒരു കട്ടിങ് ഉണ്ട്, നമ്മുടെ പാൻസിന് ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ. ഒരു കൂളായിട്ടുള്ള ഒരു PJ സെറ്റ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇവൻ സ്ലീപ്പ് വെയർ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലുമാണ് ഇത് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഇല്ലേ, ഒരു മിഡി ലെങ്ത് വരുന്ന
വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഗൗൺ ആണ് കേട്ടോ. ഡ്രസ്സ് എന്നാ പറയുന്നത്, മിഡി ലെങ്ത് ഡ്രസ്സ് എന്ന് തന്നെ പറയാം. നമുക്ക് കിടക്കാൻ നേരത്ത് വേണമെങ്കിൽ ഇടാം. വീട്ടിൽ കൂടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കാൻ നേരത്ത് എല്ലാവരും ശല്യമൊക്കെ പെടുത്തി കറങ്ങിയൊക്കെ തിരിഞ്ഞ് നടക്കാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാവുന്ന ഒരു ഐറ്റമാണിത്. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഓവറോൾ ഈ ഒരു മെറ്റീരിയൽ ഇല്ലേ, ഇത്രേ ഉള്ളൂ. അത്രയ്ക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇവൻ ഈ ഓറഞ്ചിൽ നല്ല ഭംഗിയുള്ള വൈറ്റ് പ്രിന്റ് ആട്ടോ വന്നേക്കുന്നത്. നെക്കിലാണെങ്കിലും നല്ല രസമുള്ള ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഈ സെയിം കോറൽ ഷെയ്ഡ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് കേട്ടോ. അതും ഒരു അങ്ക്രക സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്രോസ് പാറ്റേൺ വന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു ലേസ് ഇങ്ങോട്ട് ക്രോസ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. സെന്ററിൽ വന്നിട്ട് പക്ക നമ്മുടെ നൈറ്റി ഫിനിഷ് അല്ല കേട്ടോ. നടുക്ക് വന്നിട്ട് എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭംഗിയുള്ള ഉടുപ്പാണ്. നമുക്ക് വീട്ടിൽ കൂടിയൊക്കെ ഇട്ടിടക്കാൻ പറ്റിയ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് ഇത് വന്നേക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, നിങ്ങൾ മേടിച്ച് വെച്ചോട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇവൻ ടീഷർട്ട് ബ്രാ ഒന്നും മേടിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ന്യൂ ടീഷർട്ട് ബ്രായും അതുപോലെ തന്നെ സ്പോർട്സ് ബ്രായും ഒക്കെ മേടിച്ചോ. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ആട്ടോ അത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാവൻഡർ നൈറ്റ് സെറ്റ് ആട്ടോ. ഞാൻ പറയാണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്താണ്. അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ നിങ്ങൾ മറക്കണ്ട, നമ്മുടെ സിവാമേൽ ഗ്രാൻഡ് ലോഞ്ച് ഡേ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 70% ഓഫർ, ഫ്രീ ഷിപ്പിംഗ്, ക്യാഷ് ഓൺ ഡെലിവറി, ഈസി 15 days റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ശരണ്യ സിവാമേ 12 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 12% ഓഫറും കൂടി കിട്ടുന്നതാണ്. പിന്നെ ബാങ്ക് ഓഫേഴ്സ്, നിറയെ ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ട്, ലിമിറ്റഡ് ടൈം ആയിട്ടുള്ള ഓഫറാണ്. മാക്സിമം നിങ്ങൾ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ 50,000+ സ്റ്റൈൽസ് അവൈലബിൾ ആണ്, 100+ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ താഴത്ത് കമൻറ്റ് ഇഷ്ടപ്പെട്ടൊക്കെ പർച്ചേസ് ചെയ്യുക കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് സിവാമയുടെ ലോഞ്ച് ഡേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ഒന്ന് ചെയ്തേക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കണ്ടാലോ. അതുവരേക്കും ബൈ 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 ബൈ.